We are discussing the topic uses of differential equations. In the last class, we studied the first use of differential equation, that is check the correctness of equation. Now we are going to discuss the second use of differential equation, that is to derive a relationship between different physical quantities. എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുലാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഡയമെൻഷണൽ ഫോർമുലാസ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്ന കണ്ടീഷൻസിനെ ചേർത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേരാണ്. അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, derive the formula for period of oscillation of simple pendulum using dimensions. ഡയമെൻഷൻ ഫോർമുലാസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ടൈം പീരിയഡിനുള്ള പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ് ആണ് അല്ലേ, ടൈം പീരിയഡിനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. വേറെ കണ്ടീഷൻസ് ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കറിയാം, ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞ ഡിവൈസ് നമ്മൾ നോക്കുമ്പം അവിടെ ഒരു നൂലിൻ്റെ അറ്റത്ത് ഒരു ബോബ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടാവും, ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ വലിച്ചു വിടുകയാണ് ചെയ്യുക. അന്നേരം ഇത് രണ്ട് എൻഡിലേക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അന്നേരം സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ടൈം പീരിയഡ് എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആദ്യം കണ്ടെത്തണം. അപ്പം നമുക്കറിയാം, ഇവിടെ ഒരു എൽ ലെങ്ത് ഉള്ള വയറിലാണ് ഈ ഒരു ബോബിനെ കെട്ടി തൂക്കിയിട്ടുള്ളത്. അപ്പോൾ ടൈം പീരിയഡ് എന്നുള്ളത് അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലെങ്ത് ഓഫ് ദി വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് രണ്ടാമതായിട്ടുള്ളത്, ഇവിടെ ഒരു എം മാസുള്ള ബോബിനെയാണ് കെട്ടി തൂക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ടൈം പീരിയഡ് എന്നുള്ളത് ഈ എം മാസുള്ള ബോബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ ഇത് താഴോട്ടാണ് തൂങ്ങിക്കിടക്കുന്നത്. അത് കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബോബ് ഇതേ എൽ ലെങ്ത് ഉള്ള വയറോട് കൂടിയാണല്ലോ ഇങ്ങോട്ടേക്കും ഓസിലേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെയാണ് ആ ടൈം പീരിയഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഗസ് ചെയ്യാണ്. ദ ടൈം പീരിയഡ് it depends on or it is proportional to എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസ് ഓഫ് ദ ബോബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കെട്ടി തൂക്കിയിട്ടുള്ള ഈ എൽ ലെങ്ത് ഉള്ള വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്ത് അത് ഉണ്ടാക്കുന്ന ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇത്രയും കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എമ്മുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പവർ എന്താണെന്നോ ഒന്നും അറിയില്ല. എല്ലിൻ്റെ പവർ എന്താവും എന്നുള്ളത് അറിയില്ല, ജീൻ്റെ പവർ എന്താവും. കാരണം ഡയമെൻഷണൽ ഫോർമുലാസ് നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം, ഏത് ക്വാണ്ടിറ്റി നോക്കുമ്പോഴും അതിനകത്ത് എന്തുണ്ടാവും, ഒരു പവർ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് ഈ ടൈം പീരിയഡ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗസ് ചെയ്യാണ്. എമ്മിൻ്റെ പവർ എ ആണ്, എല്ലിൻ്റെ പവർ ബി ആണ്, ജീൻ്റെ പവർ സി ആണ്, തീറ്റേൻ്റെ പവർ ഡി ആണ് എന്നുള്ളത് നമ്മൾ ഗസ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റീനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഈക്വൽ ടു ഇട്ട് കൊടുക്കും. സോ വി ക്യാൻ റൈറ്റ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എം റേസ്ഡ് എ, എൽ റേസ്ഡ് ബി, ജി റേസ്ഡ് സി, തീറ്റ റേസ്ഡ് ഡി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇവിടെ ടൈം പീരിയഡ് ആണ്, ടൈം പീരിയഡിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ടി തന്നെയാണ്.
ഓക്കെ. ഇനി ഇവിടെ നമുക്കറിയാം എം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ പവർ 0 ആണ്, എല്ലിന്റെ പവർ 0 ആണ്, T1 ആണ്. ഈക്വൽ ടു കെ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് ഡയമെൻഷണൽ ഫോർമുല ഒന്നുമില്ല, നമുക്കതിനെ മാറ്റി നിർത്താം. എം മാസ് ആണ്, ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ എം അല്ലേ, അത് ക്യാപിറ്റൽ എം എന്നാണ് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുക. അതിന്റെ പവർ എ ആണ്. എൽ ലെങ്ത് ആണ്, അതും ഡയമെൻഷണൽ ഫോർമുല എൽ റേസ്ഡ്, അതിന്റെ പവർ ബി ആണ് കൊടുത്തു. ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ ആക്സലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എൽ ടി റേസ്ഡ് മൈനസ് 2 ആണ്. അപ്പൊ ജിക്ക് നമ്മൾ എന്ത് ചെയ്യാ, എൽ ടി റേസ്ഡ് മൈനസ് 2 എന്ന് കൊടുത്തു. അതിന്റെ പവർ സി ആണ്, ആ സി കൂടി ഇട്ട് കൊടുക്കണം. തീറ്റ എന്നുള്ളത് ആംഗിൾ ആണ്. അപ്പൊ തീറ്റ എന്നതിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് പ്രത്യേകിച്ച് എഴുതാനില്ല, ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ മാറ്റി നിർത്താം. സോ ടി ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എഴുതി കഴിഞ്ഞാൽ കിട്ടുക. ഇനി നോക്കുക, ഈ എം ഇവിടെ ഒരു എം ഉള്ളത്, ഇവിടെ എം ഉള്ളത്. ഇതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം സിംപ്ലിഫൈ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് വരും എം റേസ്ഡ് 0 എൽ റേസ്ഡ് 0 ടി ഈക്വൽ ടു, ഇവിടെ എം ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് എം റേസ്ഡ് എ എന്ന് തന്നെ കൊടുക്കാം. എൽ ഇവിടെ ഒരു എൽ ഉണ്ട്, അതിന്റെ പവർ ബി ആണ്. ഇവിടെ ഒരു എൽ ഉണ്ട്, ഇവിടെ പവർ 1 ആണ്, ഇത് ഹോൾ റേസ്ഡ് സി ആണ്. അപ്പൊ ഈ 1 ഇൻറ്റു സി എന്ന് ചെയ്യുമ്പോൾ എൽ റേസ്ഡ് സി എന്ന് വരും. അപ്പൊ ഇവിടെ എൽ റേസ്ഡ് ബി ഇൻറ്റു എൽ റേസ്ഡ് സി എന്ന് വരും. എൽ റേസ്ഡ് ബി ഇൻറ്റു എൽ റേസ്ഡ് സി എന്ന് പറഞ്ഞാൽ ഈ പവർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് എൽ റേസ്ഡ് ബി പ്ലസ് സി. ഇനി ഇവിടെ ടി റേസ്ഡ് ടി ഒന്നേ ഉള്ളൂ, അപ്പൊ ടി റേസ്ഡ് മൈനസ് 2 ഇൻറ്റു സി, അപ്പൊ ടി റേസ്ഡ് മൈനസ് 2c എന്ന് എഴുതാം. ടി റേസ്ഡ് മൈനസ് 2c. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എമ്മിന്റെ ടേംസിൽ മാത്രമുള്ള ഒരു ടേംസ് വന്നു, ഒരു ടേം വന്നു, എല്ലിന്റെ ടേംസിൽ മാത്രമുള്ളതൊന്നായിട്ട് മാറ്റി, ടിയുടെ ടേംസിൽ മാത്രമുള്ളതായിട്ട് ഒന്ന് മാറ്റി. അപ്പൊ നമ്മൾ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. എമ്മിന്റെ പവർ ഇവിടെ എ ആണ്, ഇവിടെ എമ്മിന്റെ പവർ 0 ആണ്. അപ്പൊ എമ്മിന്റെ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എല്ലിന്റെ പവർ ഇവിടെ ബി പ്ലസ് സി ആണ്, ഇവിടെ എല്ലിന്റെ പവർ 0 ആണ്. അപ്പൊ നമുക്ക് എഴുതാം ബി പ്ലസ് സി ഈക്വൽ ടു 0. ടിയുടെ പവർ മൈനസ് 2c ആണ്, ഇവിടെ ടിയുടെ പവർ 1 ആണ്. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മൈനസ് 2c ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പൊ ടിയുടെ പവർ ഇവിടെ മൈനസ് 2c ആണ്, ഇവിടെ ടിയുടെ പവർ 1 ആണ്. അപ്പൊ മൈനസ് 2c ഈക്വൽ ടു 1. ഇനി ഇതിൽ നിന്ന് സിക്കുള്ള വാല്യൂ കണ്ടുപിടിക്കാം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്, ഇവിടെ ഇൻറ്റു ആയിട്ടാണ് 2 കിടക്കുന്നത്, അത് ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ആയിട്ട് മാറും. സോ 1/2. ഈ മൈനസ് ഇപ്പുറത്തേക്ക് എടുക്കാം. സോ സി ഈസ് ഈക്വൽ ടു മൈനസ് 1/2. ഈ കിട്ടിയ മൈനസ് 1/2നെ ഈ ഇക്വേഷനിൽ നമുക്ക് കൊടുത്താൽ ബി മൈനസ് 1/2 ഈക്വൽ ടു 0. ബി ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ മൈനസ് 1/2 ഇപ്പുറം വരുന്ന സമയത്ത് പ്ലസ് 1/2 ആവും. സോ ബി ഈസ് ഈക്വൽ ടു 1/2. നമുക്ക് എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. ഈ കിട്ടിയ എ ബി സിയുടെ വാല്യൂസ് നമ്മൾ ഈ തന്നിട്ടുള്ള ഈ ഇക്വേഷനിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം, ഏതിലായാലും കുഴപ്പമില്ല. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ്ഡ് എ എൽ റേസ്ഡ് ബി ജി റേസ്ഡ് സി തീറ്റ റേസ്ഡ് ഡി എന്നാണ്. നമുക്ക് എഴുതാം ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എമ്മിന്റെ പവർ എ ആണ്, എക്ക് നമുക്ക് കൊടുക്കാം. സോ എം റേസ്ഡ് 0. എൽ പവർ ബി ആണ്, ബിയുടെ വാല്യൂ 1/2. സോ എൽ റേസ്ഡ് 1/2. ജിയുടെ പവർ സി, സിയുടെ വാല്യൂ മൈനസ് 1/2. ജി റേസ്ഡ് മൈനസ് 1/2.
തീറ്റ റേസ്ഡ് ഡി എന്ന് പറയാൻ നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ടേംസ് ഒന്നുമില്ല. അപ്പൊ ഡിയുടെ പവർ 0 ആയിരിക്കും. സോ തീറ്റ റേസ്ഡ് 0 ഇതിനെ ഇക്വേഷന്റെ ഫോമിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ്ഡ് 0. എനി ക്വാണ്ടിറ്റി റേസ്ഡ് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എം റേസ്ഡ് 0 1 ആയി. ഇനി എൽ റേസ്ഡ് 1/2 ഇൻറ്റു ജി റേസ്ഡ് -1/2 ഇൻറ്റു തീറ്റ റേസ്ഡ് 0. ദാറ്റ് ക്വാണ്ടിറ്റി ആൾസോ ഈക്വൽ ടു 1 ആയി. എൽ റേസ്ഡ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് എൽ എന്ന് എഴുതാം. ഇ ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് എൽ. ജി റേസ്ഡ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് ജി എന്നാണ്. ജി റേസ്ഡ് -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് 1/g റേസ്ഡ് 1/2 എന്നല്ലേ? 1/g റേസ്ഡ് 1/2 എന്ന് പറഞ്ഞാൽ 1/√g എന്നല്ലേ? So we can write it is root L/g. ഇതാണ് t is equal to k into root L/g എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാണ്. അതായത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷനിൽ ടൈം പീരിയഡ് ഫോർ സിമ്പിൾ പെൻഡുലം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. നമുക്ക് എന്താ കിട്ടിയത്? t is equal to 2π√L/g എന്നാണ് അല്ലേ? ആ 2π എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെയാണ് ഇവിടെ ഈ k സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡയമെൻഷണൽ ഫോർമുലാസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിന് സാധിക്കുന്നില്ല? അവിടെ ആ ഇക്വേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച ഇക്വേഷൻ ആണ് t ഈക്വൽ ടു 2π√L/g. അപ്പൊ അവിടെ k എന്നുള്ള 2π എന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് എന്തിന് പറ്റിയിട്ടില്ല? ഇവിടെ ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഇതിലെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്, അതായത് പവേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് derive an expression for centripetal force F. Centripetal force F നുള്ള ഇക്വേഷൻ കണ്ടെത്തണം. ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ, പാർട്ടിക്കിളിന്റെ മുകളിലാണ് ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ആണ് കണ്ടെത്താനുള്ളത്. ഓഫ് മാസ് m, ആ പാർട്ടിക്കിളിന്റെ മാസ് അപ്പം എത്രയാണ്? m മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ്. മൂവിങ് വിത്ത് എ വെലോസിറ്റി, അത് മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? v വെലോസിറ്റിക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ്, ഒരു സർക്കുലർ പാത്തിലാണ് അപ്പൊ മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്ന സമയത്തുള്ള റേഡിയസ് ആണ് r എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ അതിന്ന് മനസ്സിലാക്കി. എന്താണ്? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസ് ഓഫ് ദ പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ട്രാവൽ ചെയ്യുന്ന സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ആദ്യം F is equal to അല്ലെങ്കിൽ F പ്രൊപ്പോർഷണൽ. F പ്രൊപ്പോർഷണൽ എന്തിനൊക്കെയാണ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ളത്? അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാസിന്റെ പവർ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ A ആയിട്ട് എടുക്കാണ്. വെലോസിറ്റി വിയുടെ പവർ എന്താണെന്ന് അറിയില്ല, നമുക്ക് B എന്ന് എടുക്കാം. റേഡിയസ് ആറിന്റെ പവർ എന്താണെന്ന് അറിയില്ല, അത് നമ്മൾ ഗസ് ചെയ്തു C ആയിട്ട് എടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൊപ്പോർഷണാലിറ്റിനെ റീപ്ലേസ് ചെയ്ത് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു m റേസ്ഡ് a v റേസ്ഡ് b r റേസ്ഡ് c എന്ന് എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡയമെൻഷണൽ ഫോർമുലാസ് എഴുതണം. അപ്പോൾ ഇവിടെ എഫിന്റെ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് mlt റേസ്ഡ് -2 എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം ഡയമെൻഷണൽ ഫോർമുല ഈസ് mlt റേസ്ഡ് -2. നേരത്തെ ചെയ്ത ഈ ക്വസ്റ്റ്യനില് നമ്മൾക്ക് എമ്മോ എല്ലോ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ എമ്മിനെയും എല്ലിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? m റേസ്ഡ് 0 l റേസ്ഡ് 0 എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്?
ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ml(T⁻²) ആണ്. അപ്പൊ അതിനകത്ത് m ഉണ്ട്, l ഉണ്ട്, t ഉണ്ട്. അപ്പൊ വേറെ പുതിയ ടേംസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇനി k കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷണൽ ഫോർമുല എഴുതുന്നില്ല. m മാസ് ആണ്, സോ m റേസ്ഡ് അതിന്റെ പവർ a ആണ്. v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് Lt⁻⁻1 ആണ്. ആ vക്ക് Lt⁻⁻1 എന്ന് കൊടുത്തു. അതിന്റെ പവർ b ആണ്. ആ b നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് മുകളിൽ എഴുതി. r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ലെങ്ത് ആയിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് l, അതിന്റെ പവർ c. അപ്പൊ ഇങ്ങനെ എമ്മിന്റെയും എല്ലിന്റെയും ടിന്റെയും ടേംസിലേക്ക് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എഴുതി. ഇനി ഇങ്ങനെ ഒന്ന് ഭാഗത്ത് നമുക്കറിയാം എല്ല് 2 എണ്ണം കാണാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെന്നെ എഴുതും? mLT⁻² ഈക്വൽ ടു m ഒന്നല്ലേ ഉള്ളൂ, സോ m⁻a. L ഇവിടെ L ഉണ്ട്, അതിന്റെ പവർ 1 ആണ്. ഈ 1ഉം ഈ bയും മൾട്ടിപ്ലൈ ചെയ്താൽ L⁻b. ഇവിടെ L⁻c എന്നാണ്. അപ്പൊ a⁻m a⁻n പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. സോ L⁻b+c. ഇവിടെ ടിയുടെ പവർ -1 ആണ്, whole⁻b എന്നാണ്. അപ്പൊ -1 × b, t⁻−b. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. എമ്മിന്റെ പവർ ഇവിടെ a ആണ്, ഇവിടെ എമ്മിന്റെ പവർ 1 ആണ്. അപ്പൊ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. എല്ലിന്റെ പവർ ഇവിടെ b+c ആണ്, ഇവിടെ L⁻1 ആണ്. അപ്പൊ b+cയും 1ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. ഇവിടെ -b ആണ്, അപ്പോൾ ഈ ടിന്റെ പവർ ഇവിടെ -2 ആണ്, അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. എമ്മിന്റെ പവർ a ആണ്, അവിടെ എയുടെ പവർ എമ്മിന്റെ പവർ 1 ആണ്. a = 1. എല്ലിന്റെ പവർ ഇവിടെ b+c ആണ്, ഇവിടെ അത് 1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ടിയുടെ പവർ -b ആണ്, ഇവിടെ ടിയുടെ പവർ -2 ആണ്. അപ്പൊ ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. ബിയുടെ വാല്യൂ എന്ത് കിട്ടി? b = 2. ഈ 2യുടെ വാല്യൂ നമുക്ക് ഈ ബിയിൽ കൊടുക്കാം. അപ്പൊ 2 + c = 1 എന്നാവും. c ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പൊ ഈ 2നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് +2 ആണ്, ഇപ്പുറം വരുമ്പോൾ അത് -2 ആവും. അപ്പൊ 1 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. സിയുടെ വാല്യൂ -1. അപ്പൊ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 2, സിയുടെ വാല്യൂ -1. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എഴുതാം F = k × എമ്മിന്റെ പവർ എന്താ? a ആണ്, എയുടെ വാല്യൂ 1. വിയുടെ പവർ b ആണ്, ബിയുടെ വാല്യൂ 2 ആണ്. r c ആണ് പവർ, അപ്പൊ സിയുടെ വാല്യൂ -1 ആണ്. So we can write F is equal to k into mv². r⁻⁻1 എന്ന് പറഞ്ഞാൽ 1/r എന്നാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ r. ഈ കെയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റി നിർത്താം. ലെറ്റ് ഇറ്റ് ബി 1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം F is equal to mv²/r. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. യൂസിംഗ് ഡയമെൻഷൻസ് ഷോ ദാറ്റ് വിസ്കസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഗ്ലാസ് സ്ഫിയർ falling through a viscous liquid of coefficient of viscosity eta is F proportional eta AV, where A is the radius of sphere and V is the velocity, terminal velocity. എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? വിസ്കസ് ഫോഴ്സ് കാണാനാണ് പറഞ്ഞത്. ആ വിസ്കസ് ഫോഴ്സ് എന്നുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്താനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഗസ് ചെയ്യാൻ പോവാണ്. കിട്ടേണ്ട ഇക്വേഷൻ ഇതാണ്. F proportional eta AV ആണ്. അപ്പം ഈറ്റയുടെ
പവർ എന്താണെന്ന് അറിയില്ല, റേഡിയസിന്റെ പവർ എന്താണെന്ന് അറിയില്ല, വെലോസിറ്റിയുടെ പവർ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഫ് പ്രൊപ്പോർഷണൽ ഈറ്റ റേസ്ഡ് എ, ഫോഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റേഡിയസ് എ റേസ്ഡ് ബി, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ പവർ അറിയില്ല, അത് ബി ആയിട്ട് ഗസ് ചെയ്തു. വെലോസിറ്റി ബി, വെലോസിറ്റി ബി റേസ്ഡ് സി. അപ്പം ഈ 3 ടേംസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം, അതിന്റെ പവേഴ്സ് നമ്മൾ ഗസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊപ്പോർഷണാലിറ്റി റീപ്ലേസ് ചെയ്ത് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഈറ്റ റേസ്ഡ് എ, എ റേസ്ഡ് ബി, ബി റേസ്ഡ് സി. അങ്ങനെ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഡയമെൻഷണൽ ഫോർമുലാസ് അപ്ലൈ ചെയ്യും. രണ്ട് സൈഡിലും ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് MLT റേസ്ഡ് -2 ആണ്. കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മാറ്റി നിർത്താം. ഈറ്റ, ഈറ്റ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ആ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു വിസ്കസ് ഗ്രേഡിയന്റ് എന്നാണ്. ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു വിസ്കസ് ഗ്രേഡിയന്റ് എന്നാണ്. വിസ്കസ് ഗ്രേഡിയന്റ് എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പൊ വിസ്കസ് ഗ്രേഡിയന്റിനുള്ള ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ വെലോസിറ്റി LT റേസ്ഡ് -1 ആണ്. ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഇതും ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ T റേസ്ഡ് -1 എന്ന് കിട്ടും. വിസ്കസ് ഗ്രേഡിയന്റ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ആ ഫോർമുല നമുക്ക് ഇവിടെ കൊടുക്കാം. ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഫോഴ്സ് MLT റേസ്ഡ് -2 ഡിവൈഡഡ് ബൈ ഏരിയ ലെങ്ത് സ്ക്വയർ ഇൻറ്റു T റേസ്ഡ് -1 ആണ്. അപ്പൊ ഇവിടെ ഈ ഇതിനകത്ത് ഒരു എല്ലും ഈ എല്ലും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് കിട്ടും ഈ എല്ല് മുകളിലേക്ക് പോകുമ്പോൾ ML റേസ്ഡ് -1, ഈ T റേസ്ഡ് -1 മുകളിൽ പോകുമ്പോൾ T ആവും. അപ്പൊ -2 പവർ 1 ആണ്. -2 + 1 -1 T റേസ്ഡ് -1. അപ്പൊ ഈറ്റയുടെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എന്ത് കിട്ടും? ML റേസ്ഡ് -1, T റേസ്ഡ് -1. ഈ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ML റേസ്ഡ് -1, T റേസ്ഡ് -1 ഈറ്റയുടെ ഡയമെൻഷൻ ഫോർമുലയാണ്. അതിൻ്റെ പവർ A ആണ്, അത് നമുക്ക് കൊടുക്കാം A. ഇനി A എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലെങ്ത്തിൻ്റെ പവർ ഇവിടെ B ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. വെലോസിറ്റി LT റേസ്ഡ് -1 ആണ്. അതിൻ്റെ പവർ C ആണ്. അപ്പോൾ അതും കൊടുത്തു. ഇനി നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ MLT റേസ്ഡ് -2 ഈക്വൽ ടു M ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ പവർ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു A, M റേസ്ഡ് A. ഇവിടെ L റേസ്ഡ് -1 ഇൻറ്റു A, അപ്പോൾ L റേസ്ഡ് -A. ഇവിടെ ഒരു L റേസ്ഡ് B ഉണ്ട്. ഇവിടെ അതേപോലെ L റേസ്ഡ് 1 ഇൻറ്റു C, L റേസ്ഡ് C എന്ന് വരും. അപ്പോൾ ഈ പവേഴ്സ് എല്ലാം കൂടി ചേർത്ത് L റേസ്ഡ് -A പ്ലസ് B പ്ലസ് C എന്ന് കിട്ടും. ഇനി ടിയുടെ വാല്യൂ, ടി പവർ ഇവിടെ -1 ഇൻറ്റു A -A, അപ്പോൾ T റേസ്ഡ് -A. ഇവിടെ T റേസ്ഡ് -1 ഇൻറ്റു C ആണ്, അപ്പോൾ T റേസ്ഡ് -C. അപ്പോൾ -A പ്ലസ് -C, അപ്പോൾ T റേസ്ഡ് -A -C എന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? എമ്മിൻ്റെ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, എല്ലിൻ്റെ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, ടിയുടെ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. എമ്മിൻ്റെ പവർ A, അപ്പോൾ ഇവിടെ എമ്മിൻ്റെ പവർ 1, A ഈക്വൽ ടു 1. ഇവിടെ ടിയുടെ പവർ നോക്കാം, -A -C. ഇവിടെ ടിയുടെ പവർ -2 ഈക്വൽ ടു -2. അതേപോലെ എല്ലിൻ്റെ പവർ -A പ്ലസ് B പ്ലസ് C ഈക്വൽ ടു ഇവിടെ എല്ലിൻ്റെ പവർ 1. ഇവിടെ എയുടെ വാല്യൂ 1 ആണ്. ഇവിടെ -A എന്നുള്ളത്, അപ്പോൾ എക്ക് 1 കൊടുത്താൽ -1. -C ഈക്വൽ ടു -2. -1നെ ഇപ്പുറത്തേക്ക് വന്നാൽ അത് +1 ആവും.
അപ്പോൾ -c = -2 + 1 എന്ന് വരും. -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -c = -1, c = 1 എന്ന് കിട്ടും. സിയുടെ വാല്യൂ കിട്ടി. ഇനി ഈ സിയുടെയും എയുടെയും വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്താൽ എയുടെ വാല്യൂ 1 ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -1 പ്ലസ് b പ്ലസ് 1, സിയുടെ വാല്യൂ 1 ആണ്, = 1. ഈ +1 ഇപ്പുറത്ത് വന്നാൽ -1 ആവും. അപ്പോൾ 1 - 1 0. -1 പ്ലസ് b = 0. b = -1 ഇപ്പുറത്ത് വന്നാൽ +1 ആവും. അപ്പോൾ എ ബി സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഴുതിയാൽ f പ്രൊപ്പോർഷണൽ η⁻a, η⁻1, a⁻b ആണ്, അപ്പോൾ 1, a⁻1, v⁻c ആണ്, സിയുടെ വാല്യൂ 1. അപ്പോൾ f ഈസ് പ്രൊപ്പോർഷണൽ η⁻av. അതുതന്നെയല്ലേ നമുക്കിവിടെ കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തന്ന കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കൺസേൺഡ് ഇക്വേഷനിൽ എത്തിച്ചേരുന്നത്. ആദ്യം ക്വസ്റ്റ്യനിൽ തന്ന കണ്ടീഷൻസ് ചേർത്ത് വെച്ച് ഇക്വേഷൻ ആക്കി എഴുതുക. എന്നിട്ട് അതിൻ്റെ പവേഴ്സ് നമുക്കറിയാത്തത് കൊണ്ട് ABC എന്ന ടേംസ് കൊടുക്കുക, ലെറ്റേഴ്സ് കൊണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഗസ് ചെയ്തു. അതിൻ്റെ ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡയമെൻഷണൽ ഫോർമുലാസ് അപ്ലൈ ചെയ്തു. ഡയമെൻഷണൽ ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ എമ്മിൻ്റെയും എല്ലിൻ്റെയും ടിയുടെയും ടേംസിൽ മാത്രമാക്കിക്കൊണ്ട് നമ്മൾ എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം, ഈ എമ്മിൻ്റെയും രണ്ട് സൈഡിലുള്ള എമ്മിൻ്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക, രണ്ട് സൈഡിലുള്ള എല്ലിൻ്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക, രണ്ട് സൈഡിലുള്ള ടിയുടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ഗസ് ചെയ്തിട്ടുള്ള ABCൻ്റെ വാല്യൂസ് കണ്ടെത്തണം. ആ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കൺസേൺഡ് ഇക്വേഷനിൽ എത്തിച്ചേരാണ് ചെയ്യുക. അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എഴുതി തന്നെ പഠിക്കണം. യൂസസ് ഓഫ് ഇക്വേഷനിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ആൻഡ് ഡിറൈവ് ദ ഇക്വേഷൻ യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്.